നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിലൊരു ജോലി ഇല്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ നേടിയെടുക്കാൻ ഏറ്റവും എളുപ്പത്തിൽ കഴിയുന്ന ഒരു പോസ്റ്റാണ് കേരള PSCയിൽ ടെക്നിക്കൽ എക്സാംസുകളിൽ ഏറ്റവും കൂടുതൽ ഒഴിവ് വരാൻ പോകുന്ന ഒരു പോസ്റ്റിലൊന്നെന്ന് പറയുന്നത് അത് കേരള വാട്ടർ അതോറിറ്റിയുടെ ഓപ്പറേറ്റർ തസ്തികയായിരിക്കും. എന്നാൽ പല ആളുകൾക്കും അറിയില്ല ഈ ഓപ്പറേറ്റർ തസ്തിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള വാട്ടർ അതോറിറ്റിയിലുള്ള ഓപ്പറേറ്റർ തസ്തിക എന്ന് പറയുന്നത് ആ ഒരു പോസ്റ്റ് എന്താണ്, അതേപോലെ തന്നെ ആ ഒരു പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻസുകൾ എന്തൊക്കെയാണ്, എപ്പോഴായിരിക്കും ഇതിൻ്റെ എക്സാം നടക്കുക, കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിൽ എത്ര ആളുകൾക്ക് ജോലി ലഭിച്ചിട്ടുണ്ട്, ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ കീ റെസ്പോൺസിബിലിറ്റി ജോലി റോൾ എന്താണെന്നുള്ളത്, അതേപോലെ തന്നെ സാലറി എന്താണെന്നുള്ളത്, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളൊരു ടെക്നിക്കൽ PSCയിൽ നിങ്ങൾ ഒരു ഗവൺമെൻറ് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അതേപോലെ തന്നെ ഇതുപോലുള്ള പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു യൂട്യൂബ് ചാനൽ ആയതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ ഓപ്പറേറ്റർ തസ്തികയെക്കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഡേറ്റ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വീഡിയോയുടെ ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഡേറ്റിൽ തന്നെ വരാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കേരള വാട്ടർ അതോറിറ്റിയിൽ നിലവിൽ എന്തെങ്കിലും റാങ്ക് ലിസ്റ്റ് എക്സാംസ് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അവസാനത്തെ നോട്ടിഫിക്കേഷൻ വന്നത് 23/12/2020 കാണാൻ സാധിക്കുന്നുണ്ട്. 23/12/2020 ഇത് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ 211/2020 ഓക്കെ. ഡിപ്പാർട്ട്മെൻറ്റ് കേരള വാട്ടർ അതോറിറ്റിയാണ്. അതേപോലെ നെയിം ഓഫ് ദ പോസ്റ്റ് എന്ന് പറയുന്നത് ഓപ്പറേറ്റർ തസ്തികയാണ്. ഓപ്പറേറ്റർ തസ്തിക അതായത് അന്ന് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് 88 ഒഴിവുകളാണുള്ളത് കേട്ടോ. 88 ഒഴിവുകളാണ്. സാലറി നമ്മൾ നോക്കുകയാണെങ്കിൽ 20 മുതൽ 53,300 വരെയാണ് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ലാസ്റ്റുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് അപ്പോൾ 88 ഒഴിവിനാണോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ളത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ ഒരു പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ്റെ ടൈമിലാണ് 88 വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നോട്ടിഫിക്കേഷൻ്റെ ടൈമിൽ വരുന്ന നമ്പർ ഒന്നുമല്ല ആക്ച്വൽ നമ്പർ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മൾ ഈ റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് 7/2/2023 ഇതിനോടകം തന്നെ 524 ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പോസ്റ്റിംഗ് ആയിട്ടുണ്ട്. 524 ആളുകൾക്ക് ഇതിനോടകം അഡ്വൈസ് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നോക്കണേ 88 ഒഴിവാണ്. ആ 88ൻ്റെ ഒരു 6 മടങ്ങ് ഇപ്പോൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പം നോട്ടിഫിക്കേഷനിൽ വേക്കൻസി മാത്രമായിരിക്കരുത് നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത്. ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 17/6/2025 അതായത് ജൂണിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇനിയും അഡ്വൈസ് പോയിന്റ് നിങ്ങൾക്കറിയാം ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആകാൻ പോകുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 7/2/2023 അപ്പോൾ സ്വാഭാവികമായിട്ടും 7/2/2026 എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവാൻ പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ ഇതിൽ ഓപ്പൺ കാറ്റഗറിയിൽ തന്നെ 444 റാങ്ക് എത്തിയിട്ടുണ്ട്. EWSൽ 500 എത്തിയിട്ടുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ ഇപ്പോൾ ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് 524 ആളുകൾക്ക് ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്. മുൻ വർഷത്തെ റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അതായത് ഇതിന് മുന്നത്തെ റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 1000-നടുത്ത ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പോസ്റ്റിംഗ് വന്നിട്ടുണ്ട്. ഇതും റാങ്ക് ലിസ്റ്റ് അവസാനിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇവിടെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, കൂടുതൽ പോസ്റ്റിങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം കേരള വാട്ടർ അതോറിറ്റിയിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റിംഗ് വരുന്ന ഒരു ഏരിയ തന്നെയാണ് പമ്പ് ഓപ്പറേറ്റർ അഥവാ ഓപ്പറേറ്റർ എന്ന് പറയുന്ന തസ്തിക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് എന്തായിരിക്കും ഒരു ഓപ്പറേറ്ററുടെ കീ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ജോബ് റോൾ എന്തായിരിക്കും എന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പോൾ ഞാൻ ആ ഈ കാര്യം കൂടി ഈ ഒരു വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു കീ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്ററുടെ കീ റെസ്പോൺസിബിലിറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആദ്യത്തെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് മോട്ടോഴ്സ്, പമ്പ്സ് ആൻഡ് അലൈഡ് എക്യുപ്മെൻറ്റ്സ് ഫോർ വാട്ടർ പമ്പിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നുള്ളതാണ്. ഓക്കെ. അതായത് മോട്ടോഴ്സ്, പമ്പ്സ് ആൻഡ് അലൈഡ് എക്യുപ്മെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ ഓപ്പറേഷൻ ആൻഡ് മെയിൻറ്റെയിനൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ജോബ് റോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടാതെ വരുന്ന ജോബ് റോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോണിറ്ററിംഗ് ഇലക്ട്രിക്കൽ കൺട്രോൾ പാനൽസ്, ഹാൻഡ്ലിംഗ് സ്റ്റാർട്ടേഴ്സ്, സ്വിച്ചസ് ഫോർ വാട്ടർ പമ്പ്സ്, അതേപോലെ തന്നെ അടുത്തൊരു റോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെക്കോർഡിംഗ് മീറ്റർ ആൻഡ് ഗേജ് റീഡിങ്സ്, അതേപോലെ വാട്ടർ ഡിസ്ചാർജ്, പ്രഷർ ആൻഡ് പമ്പ് ഓപ്പറേഷൻ ഡാറ്റയാണ് അവിടെ നോക്കാനുള്ളത്. അതേപോലെ തന്നെ അസിസ്റ്റിംഗ് വിത്ത് ഇൻസ്റ്റലേഷൻ ആൻഡ് സേഫ്റ്റി ചെക്സ് ഫോർ ഇലക്ട്രിക്കൽ ഓർ പ്ലംബിംഗ് സിസ്റ്റവും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കീ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നുണ്ട്. അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോബ് റോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എന്താ പറയുക ഹാർഡായിട്ടുള്ള വർക്ക്സ് ഒന്നും വരുന്നില്ല. അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് തന്നെയാണ്.
പിന്നെ ഈ ഒരു ജോബിൻ്റെ സാലറി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേ സ്കെയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20,300 മുതൽ 53 വരെയാണ്. പക്ഷെ ഒരു ഇൻഹാൻഡ് സാലറി ആയിട്ട് ഒരു 25,000 ഒക്കെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു പോസ്റ്റാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ ഓപ്പറേറ്റർ തസ്തിക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ സാലറി കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയമാണ്, ഇതൊരു വലിയ സാലറി ഒന്നും അല്ലല്ലോ, ഒരു സാധാരണ നോർമൽ സാലറി അല്ലേ എന്നുള്ളത്. അതായത് ഈ 25,000 രൂപ സാലറി കിട്ടുന്ന ഈ ഒരു പോസ്റ്റിന് വേണ്ടി നമ്മൾ എഫേർട്ട് എടുത്തിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിലൊരു ജോലി ഇല്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ നേടിയെടുക്കാൻ ഏറ്റവും എളുപ്പത്തിൽ കഴിയുന്ന ഒരു പോസ്റ്റാണ് ഓപ്പറേറ്റർ തസ്തിക എന്ന് പറയുന്നത്. നമ്മളൊരു ജോലി ഇല്ലാത്ത ആളാണെങ്കിൽ എപ്പോഴും നമുക്കൊരു ചോദ്യം ഫേസ് ചെയ്യേണ്ടി വരും, എന്താ ജോലിയൊന്നും ആയില്ലേ, ജോലി ഇല്ലേ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് മാറി നിൽക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗവൺമെൻറ് ജോബ് ഉണ്ട് എന്ന് പറയാൻ സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതായത് നിങ്ങൾ ഓപ്പറേറ്റർ തസ്തികയിൽ നിങ്ങൾ വരുമ്പോൾ ഒരു ഗവൺമെൻറ് ജോബാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് മാത്രമല്ല 25,000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ സാലറി ലഭിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ചോദ്യം അവിടെ തന്നെ പ്രസക്തി ഇല്ലാണ്ടാവുകയാണ് അല്ലേ. ഇനി എല്ലാ കാലവും നമ്മൾ ഓപ്പറേറ്ററായിട്ട് തന്നെ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ പോസ്റ്റിൽ എത്തിയ ശേഷം ഒരുപാട് പോസ്റ്റുകളിലേക്ക് മാറാവുന്നതാണ്. ഇനി ITI യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ പ്രൊമോഷൻ സാധ്യതകൾ നിങ്ങൾക്ക് നിലവിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതായത് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു ITI ലെവൽ പോസ്റ്റാണ്. അപ്പോൾ ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും BTech കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും ഒരേപോലെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇലക്ട്രിക്കലും മെക്കാനിക്കലും കഴിഞ്ഞ ആളുകൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. സോ മനസ്സിലാക്കി വെക്കുക, കേരള വാട്ടർ അതോറിറ്റിയുടെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് കേരള PSC നടത്തുന്ന ടെക്നിക്കൽ PSCയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പോസ്റ്റിംഗ് കൊടുക്കുന്ന ഒരു എക്സാം ആയിരിക്കും. വരാനിരിക്കുന്ന കേരള വാട്ടർ അതോറിറ്റി എക്സാംസിലും വലിയ രീതിയിലുള്ള വേക്കൻസിയും മികച്ച അവസരമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഈ എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ ഒരു അഡ്വാൻസ്ഡ് ലെവൽ പ്രിപ്പറേഷൻ ഒന്നും ആവശ്യമില്ല. ഒരു ബേസിക് ലെവലിൽ കൃത്യമായിട്ട് സിലബസ് അനലൈസ് ചെയ്ത് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു റാങ്ക് നേടിയിട്ട് ഒരു ഗവൺമെൻറ് അഡ്വൈസ് വാങ്ങാം, ഒരു ഗവൺമെൻറ് സെക്ടർ ജോബിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള സംശയമാണ് ഈ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ എപ്പം വരും എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ഡേറ്റ് നമുക്ക് പറയാമെന്നുള്ളത്. അതായത് ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആകാൻ പോകുന്നത് 7/2/2026 അതായത് അടുത്ത ഫെബ്രുവരിയിൽ ഈ റാങ്ക് ലിസ്റ്റ് എന്താവും, എക്സ്പയർഡ് ആവും. ഇപ്പം നിലവിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത്, ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്ത് ഓഗസ്റ്റ് മാസത്തിലാണ് നിൽക്കുന്നത് അല്ലേ. അതായത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 6 മാസങ്ങൾ കൂടിയാണ് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു റാങ്ക് ലിസ്റ്റിന് ഉള്ളത് എന്നുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുക, കേരള PSCയുടെ വേഗത വളരെയധികം വർദ്ധിച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കേരള PSC മുൻപത്തേതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് വളരെ ഫാസ്റ്റായിട്ട് എക്സാംസുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പലപ്പോഴും നമുക്കത് വിസിബിൾ ആയിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് ആദ്യം തുടങ്ങിയത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അഥവാ IO എക്സാമിലാണ്. നിലവിലെ റാങ്ക് ലിസ്റ്റ് തീരുന്നതിൻ്റെ ഒരു 6 മാസം മുന്നേ അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ രണ്ടാമതൊരു വലിയ മാറ്റം കണ്ടിട്ടുണ്ടായിരുന്നത് ലെക്ചർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സിലായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിൽ ഇതേ ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് കേരള PSCയുടെ വേഗം വർദ്ധിച്ചിരിക്കുന്നു. അതായത് ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവുന്നതിന് മുന്നേ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്ന് അതിൻ്റെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ട്രെൻഡ് വരാൻ പോവുകയാണ്. സോ ആ രീതി നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത 6 മാസത്തിനുള്ളിൽ ഏത് സമയത്ത് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ ഒരു പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഓഗസ്റ്റിൽ തന്നെ വരേണ്ടതാണ്. കാര്യം ഇതിൻ്റെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു മാസം, കാരണം എക്സാംസും കാര്യങ്ങളും ഒരു 6 മാസം കഴിഞ്ഞിട്ടാണല്ലോ എക്സാം കണ്ടക്ട് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വരേണ്ട സമയമായിട്ടുണ്ട്. തീർച്ചയായിട്ടും അധികം വൈകാൻ സാധ്യതയില്ല എന്നുള്ള കാര്യവും കൺഫേം ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. സോ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഡെയിലി മണിക്കൂറുകളോളം ഇരുന്ന് പഠിക്കുകയൊന്നും വേണ്ട. ഡെയിലി ഒരു 1 അവർ നിങ്ങൾക്ക് മാറ്റി വെക്കാനുണ്ടോ, നിങ്ങൾക്ക് ഈ കേരള വാട്ടർ അതോറിറ്റിയുടെ ഓപ്പറേറ്റർ തസ്തികയിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, എൻട്രിയുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരള വാട്ടർ അതോറിറ്റിയുടെ ഓപ്പറേറ്റർ തസ്തികയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. തീർച്ചയായിട്ടും ഏറ്റവും എഫക്റ്റീവായിട്ട് ഏറ്റവും മികച്ച രീതിയിൽ നമുക്കിത് ക്രാക്ക് ചെയ്തെടുക്കാം. ഒരുമിച്ച് ക്രാക്ക് ചെയ്തെടുക്കാൻ എൻട്രിയോടൊപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. തീർച്ചയായിട്ടും ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്. അതിൽ ഓരോന്നും കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നവർക്കായിരിക്കും വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ കഴിയുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.